ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിക്കൊരുങ്ങുന്നു. 88-കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അനാരോഗ്യവും രോഗങ്ങളും മൂലം വലയുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 120 കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ പിതാവായ മാർപ്പാപ്പയ്ക്ക് സഭാഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് രാജിവെച്ചൊഴിയാനുള്ള തീരുമാനം. മുൻ മാർപ്പാപ്പ ബെനഡിക്ട് 16 പോലെ പാപ്പാ സ്ഥാനം രാജിവെച്ചൊഴിയാനും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് ഭരണ കൈമാറ്റം നടത്താനുമാണ് തീരുമാനം. ഇനി പാപ്പ പദവിയിൽ ഇരിക്കുന്നത് പ്രായോഗികമായി തെറ്റാണെന്നും ചുമതല നിറവേറ്റാൻ ആരോഗ്യം അനുവദിക്കുന്നില്ലെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മരണം വരെ പാപ്പാ സ്ഥാനം വഹിക്കണമെന്ന നിയമം കത്തോലിക്ക സഭയിലില്ല. മുൻകാലങ്ങളിലും വിവിധ പോപ്പുമാർ അനാരോഗ്യത്തെ തുടർന്ന് പാപ്പാ സ്ഥാനം രാജിവെച്ച മറ്റൊരു കർദിനാളിനെ പാപ്പായായി തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യം സഭയ്ക്കുണ്ട്. റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതിസങ്കീർണമായി തുടരുകയാണ്. ശ്വാസകോശത്തിലെ രോഗത്തിന് പുറമെ കടുത്ത ന്യൂമോണിയയും മാർപ്പാപ്പയെ ബാധിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായി ശ്വാസകോശ അണുബാധയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ പോപ്പിനെ ഫെബ്രുവരി 14 റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ചികിത്സ മാർപ്പാപ്പയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും ഇനി ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളില്ലെന്ന് സഭാ നേതൃത്വത്തിന് ബോധ്യമായിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെച്ചാൽ ഒട്ടും വൈകാതെ തന്നെ വത്തിക്കാനിൽ കർദിനാളന്മാരുടെ സംഘം ഒരുമിച്ചുകൂടി പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കും. 80 വയസ്സിൽ താഴെ പ്രായമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർക്കാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. നിലവിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ 120 കർദിനാൾമാർക്കാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ളത്. ഇന്ത്യയിൽ നിന്ന് 5 കർദിനാൾമാർക്കാണ് വോട്ടവകാശമുള്ളത്. ആരോഗ്യനില മോശമായ സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചതോടെ ആശുപത്രിക്ക് മുൻപിൽ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിനായി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത്. പനി കുറഞ്ഞെന്നും ആഹാരം കഴിച്ചു തുടങ്ങിയതായും വത്തിക്കാൻ അറിയിച്ചെങ്കിലും ഇന്നലെ രാത്രി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ആരോഗ്യനില സങ്കീർണമായി തുടരുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും ആരോഗ്യനില തൃപ്തികരമാകുന്നതുവരെ പോപ്പ് ആശുപത്രിയിൽ തുടരുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അർജന്റീനക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു. 2021 അദ്ദേഹത്തിന് വൻകുടൽ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. CT സ്കാനിൽ മാർപ്പാപ്പയുടെ 2 ശ്വാസകോശാറകളിലും ന്യൂമോണിയ ബാധിച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും 2 ആഴ്ചയോളം ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. സമീപ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ മാർപ്പാപ്പയുടെ ശ്വസന നാളിയിൽ പോളിമൈക്രോബിയൽ അണുബാധയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ബെനഡിക്ട് മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്ന് 2013 മുതൽ കത്തോലിക്ക സഭയുടെ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹത്തെ തുടർച്ചയായി പനിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് വത്തിക്കാൻ ഇന്ന് രാവിലെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ശ്വാസകോശ അണുബാധ കുറഞ്ഞുവെന്നും പോപ്പ് സഹപ്രവർത്തകരുമായി സംസാരിച്ചുവെന്നും വത്തിക്കാൻ അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോഡി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് സംസാരിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്.